സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗങ്ങൾ പോലെ തന്നെ അപകടങ്ങളും ധാരാളമുണ്ട്. മനുഷ്യന്റെ ആന്തരിക ചേതനയുടെ അഭാവത്തിന്റെ പ്രധാന കാരണം എന്താണ്? സോഷ്യൽ മീഡിയയ്ക്ക് തീർച്ചയായും ഉപയോഗങ്ങളും പ്രയോജനങ്ങളുമുണ്ട്. പരസ്പരമുള്ള ബന്ധപ്പെടലും എത്തിച്ചേരലും വിവരങ്ങളുടെ ശേഖരണവും കൈമാറ്റവുമെല്ലാം വേഗത്തിലായി. ആവശ്യമുള്ളതെല്ലാം തന്നെ ഇപ്പോൾ കൈയകലത്തിൽ വേഗത്തിൽ ലഭ്യമാണ്. എന്നാൽ പ്രശ്നവും അപകടവും എന്താണെന്ന് വെച്ചാൽ, സാങ്കേതിക വിദ്യ വികസിച്ച അത്ര വേഗത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ വിചാരപരമായും വികാരപരമായും വികാസമുണ്ടായില്ല എന്നതാണ്. നാം നോക്കി നിൽക്കെ ഇന്റർനെറ്റിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമും ഒക്കെ വളർന്നു വന്നു. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ എത്രയെത്ര വികാസമാണ് സംഭവിച്ചിരിക്കുന്നത്. നാം ഇപ്പോഴും 30 വർഷം മുമ്പത്തെ മനുഷ്യനാണോ? പിന്നെങ്ങനെ ഒത്തുപോകും? ഫേസ്ബുക്കിൽ നിന്ന് സ്നാപ്ചാറ്റിലേക്കും, സ്നാപ്ചാറ്റിൽ നിന്ന് ട്വിറ്ററിലേക്കും, ട്വിറ്ററിൽ നിന്ന് ടിക്ടോക്കിലേക്കും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തലമുറ മാറ്റം സംഭവിക്കുന്നു. സോഷ്യൽ മീഡിയ വികസിക്കുന്ന വേഗത്തിൽ നിങ്ങളുടെ ചേതന വികസിക്കുന്നില്ല. ഈ വിവര സാങ്കേതിക വിദ്യയെ കൈകാര്യം ചെയ്യാൻ വികാരപരമായും വിചാരപരമായും നാം പക്വത ആർജിക്കുന്നതിന് മുമ്പേ അവയെല്ലാം നമ്മിലേക്ക് എത്തുന്നു. നമുക്കവയെ നേരിടേണ്ടി വരുന്നു.